നമസ്കാരം. പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യയിൽ ഒരു സുപ്രധാന മുന്നേറ്റം അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ഗവേഷകർ. സൂര്യപ്രകാശം ലഭ്യമല്ലാത്ത രാത്രികാലങ്ങളിലും സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കുന്ന ഡാർക്ക് സോളാർ പാനലിന്റെ കണ്ടുപിടുത്തമാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ന്യൂ സൗത്ത് വെയിൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യാരംഗത്ത് 2022 മുതലേ ശ്രദ്ധേയ മുന്നേറ്റം നടത്താൻ ഈ ഗവേഷകർക്ക് കഴിഞ്ഞിരുന്നു. സൂര്യാസ്തമയത്തിനു ശേഷം ഇൻഫ്രാറെഡ് പ്രകാശമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന താപം വിനിയോഗപ്പെടുത്തിയാണ് ഈ പുതു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ രംഗത്ത് പോലും അതുല്യ സംഭാവനകൾ സാധ്യമാക്കാൻ ഉതകുന്ന ഈ ഊർജ്ജ സംവിധാനത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നു വരികയാണ്. റേഡിയേറ്റീവ് കൂളിംഗ് ശക്തിയാണ് ഈ സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഊർജ്ജഭാവിയിൽ സ്ഥിരതയുള്ള ഒരു സ്രോതസ്സായി തീരുന്ന ഈ സാങ്കേതിക വിദ്യ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുടെ ആശ്രയത്വം കുറയ്ക്കുന്നതിനുള്ള ഒരു സുസ്ഥിര ഉപാധിയാണ്. ഊർജ്ജ ലഭ്യത പരിമിതമായ ഓഫ് ഗ്രിഡ് ലൊക്കേഷനുകളിലും ഈ സാങ്കേതിക വിദ്യ വിനിയോഗപ്പെടുത്താൻ കഴിയും. തെർമോ റേഡിയേറ്റീവ് ഡയോഡുകളായി ഉപയോഗിക്കാവുന്ന അർദ്ധചാലക ഉപകരണങ്ങളാലാണ് ഈ പുതിയ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വികിരണ പ്രക്രിയകളിൽ നിന്നും ലഭ്യമാകുന്ന താപത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് തെർമോഡിയേറ്റീവ് ഇലക്ട്രിക് പവർ. ഇതിലൂടെ രാത്രിയിലും വെളിച്ചം കുറഞ്ഞ സാഹചര്യങ്ങളിലും പോലും സൗരവികിരണം വിനിയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. ഈ ഉപകരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ നൈറ്റ് വിഷൻ ഗ്ലാസുകളിലേതിന് സമാനമാണ്. സൂര്യാസ്തമയത്തിനു ശേഷം പകൽ സമയത്തെ ചൂടിൽ നിന്ന് ഭൂമി തണുപ്പിലേക്ക് മാറുമ്പോൾ ഈ സോളാർ പാനൽ കൂടുതൽ കാര്യക്ഷമത കൈവരിക്കും. കാരണം തണുത്ത അന്തരീക്ഷമാണ് ഡാർക്ക് സോളാർ പാനലിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ അഭികാമ്യം. നിലവിൽ പരമ്പരാഗത സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ തോതിലുള്ള വൈദ്യുതി ഉൽപാദനമാണ് പുതിയ സാങ്കേതിക വിദ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ഈ മുന്നേറ്റത്തെ നിസ്സാരമായി കാണാനാവില്ല. കാരണം ഈ അടുത്ത കാലം വരെ സൗരോർജ്ജ അഭാവത്തിൽ വൈദ്യുതി ഉൽപാദനം അസാധ്യമാണെന്നാണ് കരുതി പോന്നിരുന്നത്. ഈ രംഗത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ ഫലമണിഞ്ഞാൽ ഈ സാങ്കേതിക സംവിധാനത്തിന്റെ വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനുമാകും. പുതുതായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഡാർക്ക് സോളാർ പാനൽ സാങ്കേതിക വിദ്യയുടെ ആകർഷണീയമായ മറ്റൊരു വസ്തുത ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് അതേറെ ഉപകാരപ്പെടും എന്നതാണ്. പരമ്പരാഗത സോളാർ സെല്ലുകൾക്ക് പകൽ സമയങ്ങളിൽ മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്നത് ബഹിരാകാശ പേടകങ്ങളിൽ അവയുടെ ഉപയോഗത്തിന് വെല്ലുവിളി ഉയർത്തുന്നു. രാത്രികാലത്ത് ഊർജ്ജ സംഭരണത്തിനായി ബാറ്ററികളാണ് പൊതുവെ ഉപയോഗപ്പെടുത്തുന്നത്. അതേസമയം തെർമോ റേഡിയേറ്റീവ് ഡയോഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോ എർത്ത് ഭ്രമണപഥത്തിലൂടെ നീങ്ങുന്ന ബഹിരാകാശ പേടകങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഇരുട്ടിലും വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കാൻ കഴിയും. തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഈ ശേഷി ബഹിരാകാശ ദൗത്യങ്ങളുടെ ദൈർഘ്യവർദ്ധനവിനും സഹായകമാകും. ഇങ്ങനെയെല്ലാം ഈ മുന്നേറ്റം ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വാഗ്ദാനമായി തീരുന്നു. ബഹിരാകാശ ദൗത്യ വിനിയോഗങ്ങൾക്കായി മാത്രമല്ല, ഭാവിയിൽ ഇനിയും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഊർജ്ജോൽപാദനത്തിന്റെ ക്രിയാത്മക വഴികളിലൂടെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് ഗവേഷകർ പുതു സാങ്കേതിക വിദ്യയെ നവീകരിച്ചെടുക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ചൂട് പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഗവേഷണങ്ങളും പുരോഗമിച്ചു വരികയാണ്. പ്രൊഫസർ എക്കിൻസ് ഡോക്സ് പറയുന്നത്, മനുഷ്യ ശരീരത്തിലെ ചൂട് വിനിയോഗപ്പെടുത്തിയുള്ള പുതു സാങ്കേതിക വിദ്യയിലൂടെ ഊർജ്ജം ശേഖരിക്കാനും ചില ഉപകരണങ്ങളിൽ ബാറ്ററികളുടെ ആവശ്യമില്ലാതെ കഴിയും. അതുപോലെ റീചാർജിംഗും ഇത്തരത്തിൽ സാധ്യമാക്കാനാകുമെന്നാണ്. പുനരുപയോഗ ഊർജ്ജത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് സിഡ്നിയിലെ UNSW ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത്. വൈദ്യുതി ഉൽപാദനത്തിനുള്ള പുതുവാതിൽ തുറക്കുന്ന ഡാർക്ക് സോളാർ പാനൽ ഊർജ്ജഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന കണ്ടുപിടുത്തമാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.